നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ മാതാവിനോ ബന്ധുക്കൾക്കോ രോഗമോ അരിഷ്ടതയോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിഷാദ രോഗത്തിന് അടിയന്തരമായി ചികിത്സ തേടേണ്ടി വരും. ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി മാറും. എന്നാൽ വാരം അവസാനത്തോടെ ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. ആഗ്രഹിച്ച പോലെ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കത്തക്ക വിധം ഉദ്യോഗത്തിൽ മാറ്റം സംഭവിക്കും. രോഗശാന്തിയും വിവാഹയോഗവും ജീവിതത്തിൽ ഉണ്ടാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുഹാനി, രോഗശാന്തി, ഭക്ഷണസുഖം, കീർത്തി, ധനലാഭം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തോടുകൂടി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടും. മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗദുരിതം വരാം. യാത്രാക്ലേശം വർദ്ധിക്കുന്ന തരത്തിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടായേക്കാം. വാഹന അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതിനാൽ ജാഗ്രത വേണം. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയോടെ പിരിയാൻ തീരുമാനിച്ചേക്കാം. മേലധികാരിയുടെ അപ്രീതി ഉണ്ടാകുന്ന തരത്തിൽ തൊഴിലിടങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ മധ്യത്തിൽ ബൃഹത്തായ വികസന പദ്ധതികളുടെ ഭാഗമാകാൻ സാധിക്കുന്നത് സന്തോഷം നൽകും. ചിന്താശേഷി വർദ്ധിക്കുകയും മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാവുകയും ചെയ്യും. ശത്രുഹാനി, സൽസുഹൃത്തുക്കൾ, ഇഷ്ടഭക്ഷണയോഗം എന്നിവ ഉണ്ടാകും. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഉദരപരമായോ ശ്വാസകോശ സംബന്ധമായോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിവാസത്തിന് ഇട നൽകുകയും ചെയ്യും. കുടുംബ പ്രശ്നങ്ങൾ മൂലം വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനും കുടുംബ ബന്ധം മനോഹരമാകാനും ഇട നൽകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. എന്നാൽ വാരമധ്യത്തിൽ കൃഷി, പക്ഷിമൃഗാദികൾ എന്നിവയ്ക്ക് നാശമുണ്ടാകാനും അതുവഴി വൻ ധനനഷ്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. നേത്ര ശിരോരോഗങ്ങൾ വർദ്ധിക്കും. വാരം അവസാനത്തോടെ അസാമാന്യമായ ധൈര്യവും പക്വതയും പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. സ്വത്തുക്കൾ മാന്യമായ രീതിയിൽ വിൽക്കുവാനും ധനലാഭം നേടുവാനും സാധിക്കും. അപൂർവമായ വസ്തുവകകൾ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ സ്ത്രീ മൂലം മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുകയും ധനക്ലേശം അനുഭവപ്പെടുകയും ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് അപവാദവും മാനഹാനിയും നേരിടേണ്ടി വന്നേക്കാം. അഴിമതി ആരോപണങ്ങൾ സൂക്ഷിക്കുക. രോഗാതി ദുരിതങ്ങൾ അലട്ടുകയും ശാരീരിക ക്ഷീണം ഉണ്ടാവുകയും ചെയ്യും. വാരമധ്യത്തിൽ സ്ത്രീ സുഖം, മനസ്സന്തോഷം, ധനനേട്ടം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. വാരം അവസാനം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാമ്പത്തികമായി പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. പല കാര്യങ്ങളിലും വീണ്ടും വിചാരം ഉണ്ടാകും. പുണ്യതീർത്ഥ യാത്രകൾക്കോ ഉല്ലാസയാത്രകൾക്കോ അവസരം ലഭിക്കും. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടും. എന്നാൽ വാരമധ്യത്തിൽ ധനക്ലേശവും ശാരീരിക മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. വാരം അവസാനം ശത്രുഹാനി, ഭക്ഷണസുഖം, ധനലാഭം, അലങ്കാര വസ്തുക്കളുടെ വർധനവ്, തൊഴിൽ വിജയം, ബിസിനസ് പുരോഗതി എന്നിവ ദൃശ്യമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ബന്ധുജന സമാഗമം, സൽസുഹൃത്തുക്കളെ കണ്ടുമുട്ടുക എന്നിവയ്ക്ക് അവസരം ലഭിക്കും. ഭക്ഷണസുഖം, യാത്രാസുഖം, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. തൊഴിൽ രഹിതർക്ക് അർഹമായ സ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുമായി പരിചയപ്പെടാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ഐക്യം ഉണ്ടാകും. വാരം അവസാനം ദ്രവ്യനഷ്ടം വരാതെ സൂക്ഷിക്കുക. സ്ത്രീകൾ മൂലം അപവാദം കേൾക്കുവാനോ പണനഷ്ടത്തിനോ ഇടയുണ്ട്. അമിതമായ ആഡംബരപ്രിയം മൂലം ചെലവ് വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുഭയം, വ്യവഹാര പരാജയം, അപമാനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാരമധ്യത്തോടുകൂടി സർക്കാർ ജോലിയുള്ളവർക്ക് അപ്രതീക്ഷിത സ്ഥാനക്കയറ്റത്തോടെ സ്ഥലമാറ്റം ഉണ്ടാകും. ബന്ധുജന ഗുണം, ഭക്ഷണസുഖം, മനസ്സന്തോഷം, സാമ്പത്തിക പുരോഗതി, ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവ ലഭിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയോടെ പുതിയ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുകയോ മംഗളകർമ്മങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം.
വാരത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളുടെ ശല്യം കൂടാനും കോടതി കേസുകളിൽ പരാജയമുണ്ടാകാനും ഇടയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നത് പലപ്പോഴും അപമാനത്തിന് കാരണമായേക്കാം. വാരം അവസാനത്തോടുകൂടി കർമ്മമേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും. ജോലിയിൽ പ്രൊമോഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കും. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാൻ അവസരം ലഭിക്കും. വാഹനഭാഗ്യം, പ്രണയ സാഫല്യം, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. യുവതി യുവാക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വാരമധ്യത്തോടെ രാത്രികാല സഞ്ചാരങ്ങളിൽ അപകട സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ശത്രുഭയം, ജലഭയം, അപമാനം, ഉദരരോഗം എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം നേടുകയും കേസ് വിധികൾ അനുകൂലമാവുകയും ചെയ്യും. സാഹസിക ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. ദമ്പതികൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കും. വാഹനഭാഗ്യം, തൊഴിൽ വിജയം, സാമ്പത്തിക ഉന്നതി എന്നിവ ഈ വാരത്തിന്റെ പ്രത്യേകതയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രവർത്തനങ്ങൾ ലാഭകരമാകും. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാരത്തിന്റെ തുടക്കത്തിൽ വിദേശവാസം, വ്യവഹാര പരാജയം, കുടുംബവിരഹം, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ വേർപിരിയൽ, അപകടങ്ങൾ, അപവാദം, സർക്കാർ അന്വേഷണങ്ങൾ, ജപ്തി നോട്ടീസ് എന്നിവ നേരിടേണ്ടി വന്നേക്കാം. അതീവ ജാഗ്രത പാലിക്കുക. എന്നാൽ വാരമധ്യത്തോടെ രോഗങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കും. സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കും. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, ധനലാഭം, സൽസുഹൃത്തുക്കൾ, തൊഴിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.